ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എജ്ബോർഡ് വൺസ് അഗൈൻ. ഇറ്റ്സ് മീ സൽസമിൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ചോദ്യം തരാണ്. പരീക്ഷയ്ക്ക് സെക്കൻഡ് ചാപ്റ്റർ, നമ്മുടെ +2 എക്കണോമിക്സിൻ്റെ പരീക്ഷയ്ക്ക് സെക്കൻഡ് ചാപ്റ്റർ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പരീക്ഷയ്ക്ക് ഒഴിച്ചു കൂടാനാവാത്ത അത്രയും വളരെ വിലപ്പെട്ട ആ ചോദ്യം എന്ന് പറയുന്നത് സംഗതി വേറൊന്നുമല്ല. ചോദ്യം ഇങ്ങനെയാണ് വരിക. നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു സംഗതിയുടെ പേരാണ് ഇൻഡിഫറൻസ് കർവ്. ഓക്കെ, ആ ചെണ്ട കൊട്ടുന്ന ആളെ നോക്കിയിരിക്കരുത് കേട്ടോ. അത് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഇവിടെ കിട്ടില്ല. ഇൻഡിഫറൻസ് കർവ്. ഓക്കെ, അപ്പോൾ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മളെല്ലാവരും പഠിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഇത്തവണയും ഓണപരീക്ഷയ്ക്കെന്ന് മാത്രമല്ല, നിങ്ങളുടെ ഫൈനൽ എക്സാമിനും ക്രിസ്മസ് പരീക്ഷയ്ക്കും മോഡൽ എക്സാമിനും ഒക്കെ ചോദിക്കാവുന്ന ചോദ്യമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ് വരിക: പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഇൻഡിഫറൻസ് കർവ്. ഒരു ഇൻഡിഫറൻസ് കർവിന് വേണ്ട ഗുണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സവിശേഷതകളാണ് പറയുന്നത്. അപ്പോൾ നോക്കിക്കോളൂ, ഓരോന്നായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. ഒന്നാമത്തത് നമുക്കറിയാം, ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ? ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? നമ്മൾ പഠിച്ചത് ഇങ്ങനെയാണ് ഇൻഡിഫറൻസ് കർവ് പോകാറുള്ളത് അല്ലേ? അപ്പോൾ ഒരു ഇൻഡിഫറൻസ് കർവിന് വേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ ഗുണങ്ങൾ, ഇറ്റ് ഈസ് കോൺവെക്സ്. ഓക്കെ, ഇൻഡിഫറൻസ് കർവ്സ് ആർ കോൺവെക്സ് ടു ദി ഒറിജിൻ. എന്താ പറഞ്ഞത്? കോൺവെക്സ് ടു ദി ഒറിജിൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഷേപ്പ് എന്ന് പറയുന്നത്. ഈ കോൺവെക്സ് കോൺകേവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കി, ഇത് കോൺവെക്സ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇൻഡിഫറൻസ് കർവ് എന്താണ്? കോൺവെക്സ് ആണെന്ന് പറയാം. ഇനി നേരെ മറിച്ച് നമ്മുടെ ഇൻഡിഫറൻസ് കർവ് നമ്മൾ ഇങ്ങനെയാണ് വരച്ചതെന്ന് വിചാരിക്കും. ഇതെന്താണ്? കോൺകേവ് ആണ്. ഏതാണ്? കോൺകേവ് ആണ് ഷേപ്പ് അല്ലേ? അപ്പോൾ ഇൻഡിഫറൻസ് കർവ് കോൺകേവ് ആണോ? അല്ല. ഇൻഡിഫറൻസ് കർവ് ഏതാണ് ഷേപ്പ്? കോൺവെക്സ് ആണ് ഷേപ്പ് വരാറുള്ളത്. നോക്കി, അത് മാത്രമല്ല, കോൺവെക്സ് ടു ദി ഒറിജിൻ ബിക്കോസ് ഡിമിനിഷിംഗ് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഡിമിനിഷിംഗ് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൻ്റെ റേറ്റ് അല്ലേ? മാർജിൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ആണ്. അപ്പോൾ നമ്മൾ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ എന്താണ് ഇൻഡിഫറൻസ് കർവിനെ ഓരോ ലെവലിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്ത് ചെയ്യും? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ വരച്ചിരിക്കുന്ന ചിത്രം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ ഈ ഒരു ലെവലിൽ നിന്നും അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മാർജിനൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? കുറയുകയാണ് ചെയ്യുന്നത്. ഇങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും കുറയുന്നു. അങ്ങനെ കുറഞ്ഞ് പോകുന്നതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഇതിൻ്റെ ഷേപ്പ് ഇൻഡിഫറൻസ് കർവിന് ഈ പറഞ്ഞ കോൺവെക്സ് ഷേപ്പ് വരുന്നത്. നോർമലി എല്ലാ ഇൻഡിഫറൻസ് കർവ് ഇങ്ങനെയാണ് വരിക. നമുക്കറിയാം, ഇൻഡിഫറൻസ് കർവിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഒരുപോലെ സംതൃപ്തി നൽകുന്ന ആൾക്കാരാണ് ഇവർ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. അടുത്തത് രണ്ടാമത്തെ ഫീച്ചറാണ് പറയുന്നത് കേട്ടോ. ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? അതിൻ്റെ സ്ലോപ്പിനെ കുറിച്ച് പറഞ്ഞത്, സ്ലോപ്പ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് പറഞ്ഞത്. എന്താ പറഞ്ഞാൽ? ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അതായത് നമ്മളൊരു ഇൻഡിഫറൻസ് കർവ് വരയ്ക്കുകയാണെങ്കിൽ, നിങ്ങൾ നോക്കിയേ, ഒരു ഇൻഡിഫറൻസ് കർവ് വരയ്ക്കാനുണ്ടോ? നമ്മൾ ഒന്നാമത്തെ ഫീച്ചർ പറഞ്ഞു കഴിഞ്ഞത് ഇവിടെയാണ്. ഈ രണ്ടാമത്തെ ഫീച്ചറിൻ്റെ ചിത്രമായിട്ടോ വരയ്ക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഒരു ഇൻഡിഫറൻസ് കർവ് ഇവിടെ വരച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, നമുക്കറിയാം ഇത് നമ്മുടെ ലെഫ്റ്റ് സൈഡും ഇത് നമ്മുടെ റൈറ്റ് സൈഡാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അത് വെച്ച് നോക്കാം. നമ്മുടെ ഇൻഡിഫറൻസ് കർവ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് പോവുക അല്ലേ? ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ഇങ്ങനെയാണ് പോകുന്നത്? അല്ല, നമ്മുടെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ഇങ്ങനെയാണ് പോകാറുള്ളത് അല്ലേ? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടാണ് പോകുന്നത്. അതാണ് പറഞ്ഞത് ഇൻഡിഫറൻസ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടാണ് ഇൻഡിഫറൻസ് കർവ് പോകാറുള്ളത്. ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞത് ടുവേർഡ്സ് റൈറ്റ് ദേ ഷോ ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. എന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് റൈറ്റ് സൈഡിലേക്ക് എന്ത് ചെയ്യുന്നു? ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ തരുന്നു പറഞ്ഞ്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ മാറ്റി പഠിക്കുമ്പോൾ എങ്ങനെയാണ്? ഹയർ ഐ സി ഷോസ്. എന്താ പറയുന്നത്? ഹയർ ഐ സി ഷോസ് ഹയർ ലെവൽ സാറ്റിസ്ഫാക്ഷൻ. എന്താ പറയുന്നത്? ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ സംതൃപ്തി നൽകുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും മികച്ചൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ഇൻഡിഫറൻസ് കർവായിരിക്കും നമുക്ക് സംതൃപ്തി കൂടുതൽ തരിക. എന്താ സംഗതി? ഞാൻ പറഞ്ഞു കോംപ്ലക്റ്റഡ് ആയിട്ടുള്ള ചിത്രം വരച്ചതിനെ കാണിച്ചു തരാം. അപ്പോൾ നോക്കി, നമ്മുടെ മൂന്നാമത്തെ ഫീച്ചറായിട്ട് പറഞ്ഞത് ഇവിടെ വരച്ചാൽ മതിയല്ലോ. യെസ്, മൂന്നാമത്തെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുക. ഞാനിവിടെ കുറച്ച് ഇൻഡിഫറൻസ് കർവ് വരയ്ക്കുകയാണ്. ഓക്കെ, ഞാനിവിടെ ആദ്യം വരച്ചു ഇൻഡിഫറൻസ് കർവ് നമ്പർ 1, അടുത്ത് വരച്ചു ഇൻഡിഫറൻസ് കർവ് നമ്പർ 2, അങ്ങനെ വരച്ചു ഇവിടെ വരച്ചു ഇൻഡിഫറൻസ് കർവ് നമ്പർ 50. ഓക്കെ, ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകുന്നത് ഏത് കർവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ഏറ്റവും വലുത് ഏതാണോ അതായിരിക്കും. വലുത് പറഞ്ഞാൽ വലുപ്പം കൊണ്ടല്ല പറഞ്ഞത്, അതിൻ്റെ നമ്പർ നോക്കുകയാണെങ്കിൽ ഈ ഇൻഡിഫറൻസ് കർവ് നമ്പർ 1 ഉണ്ട്, 2 ഉണ്ട്, 50 ഉണ്ട് അല്ലേ? ഇതിന് നമുക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകുന്ന കർവ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഈ പറഞ്ഞ IC നമ്പർ 50 ആയിരിക്കും. കാരണം ഇത് റൈറ്റ് സൈഡിലേക്ക് പോകുന്തോറും ഇൻഡിഫറൻസ് കർവ് എന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കൂടുന്ന പറഞ്ഞത്. അതിൻ്റെ പിന്നിലുള്ള ലോജിക്ക് എന്താണ്? ഈ റൈറ്റ് സൈഡിലേക്ക് പോകുന്തോറും നമുക്കുള്ള മാക്സിമം സാറ്റിസ്ഫാക്ഷൻ, അഥവാ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ത് ചെയ്യും? കൂടുമെന്നാണ് അതിൻ്റെ ഒരേ ഒരു കാരണം. അപ്പോൾ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്താണ്? കൂടുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ നോക്കി, നിങ്ങളുടെ ഈ ഇൻഡിഫറൻസ് കർവ് ഏതാണോ ഹയർ ആയിട്ട് തോന്നുന്നത്, നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പോകുന്നതോറും ഏതാണോ. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇൻഡിഫറൻസ് കർവ് നമ്പർ 100 ഉണ്ടെന്ന് വിചാരിക്കാം. 100 ആണെങ്കിൽ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഏതായിരിക്കും? ഈ പറഞ്ഞ 100 ആയിരിക്കും തരുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ ഹയർ IC ഷോസ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. ദെൻ ഫോർത്ത് വൺ. ഓക്കെ,
ഫോർത്ത് വൺ, ഇൻഡിഫറൻസ് കർവ് ഡു നോട്ട് ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. ഒരിക്കലും എന്ത് ചെയ്യാറില്ല, ഡു നോട്ട് ഇൻ്റർസെക്റ്റ് പറഞ്ഞാൽ ഒരിക്കലും പരസ്പരം മുറിക്കാറില്ല എന്നല്ലേ, മുറിച്ചു പോകാറില്ല. നോക്കി, നിങ്ങളുടെ നിസ്സംഗതാ വളവുകൾ പരസ്പരം ഛേദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ ഛേദിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇത്രയും കാലം പഠിച്ചിട്ട് ഇതുവരെ കണ്ടില്ല ഒരു ഇൻഡിഫറൻസ് കർവും ഏത് ടീച്ചർ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇങ്ങനെ വരച്ചു തന്നിട്ടുണ്ടാവില്ല. ഉണ്ടോ? ഇങ്ങനെ വരച്ചു തന്നില്ല. കാരണം എന്താണ്, ഇത് പോസിബിൾ അല്ല. ഇതാണ് നമ്മൾ പറയുന്നത് നാലാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് കേട്ടോ. ഇൻഡിഫറൻസ് കർവ് എന്ത് ചെയ്യില്ല, പരസ്പരം ഇങ്ങനെ കട്ട് ചെയ്ത് പോകില്ല. നോട്ട് പോസിബിൾ. ഓക്കെ, നോട്ട് പോസിബിൾ. എന്താ അതിൻ്റെ കാരണം എന്നറിയോ? എന്താ അതിൻ്റെ കാരണം എന്നറിയുമെങ്കിൽ ഇവിടെ തൊട്ട് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോയുടെ തൊട്ട് താഴെ കമൻറ്റ് ചെയ്യണം എന്തുകൊണ്ടാണ് ഇൻഡിഫറൻസ് കർവ് പരസ്പരം കട്ട് ചെയ്ത് പോകാത്തതെന്നുള്ളത്. ഓക്കെ, ഇനി അവസാനത്തെ ഫീച്ചർ നമുക്ക് നോക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് അഞ്ചാമതായിട്ട് പറഞ്ഞു കേട്ടോ. അഞ്ചാമത്തെയാണ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഈസ് കോൾഡ് ഇൻഡിഫറൻസ് മാപ്പ്. എന്താണ് പറയുന്നത്? സിമ്പിളായിട്ടുള്ള പ്രോപ്പർട്ടി അല്ലേ. ഒരു ഇൻഡിഫറൻസ് കർവിൻ്റെ കൂട്ടത്തിന് നമ്മൾ എന്താ പറയുന്നത്, നിസ്സംഗതാ വക്രം എന്നാണ് പറയുന്നത്. നിസ്സംഗതാ വക്രങ്ങളുടെ മാപ്പ് എന്ന് പറഞ്ഞത് സംഗതി എന്താ പറയുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ അഞ്ചാമതായിട്ട് കൊടുക്കുന്ന ഫീച്ചറാണ്. അതിൻ്റെ എന്താ പ്രത്യേകത, നമ്മുടെ ഇൻഡിഫറൻസ് മാപ്പിൻ്റെ കൂട്ടുണ്ടല്ലോ 1, 2, 3, 4, 5. ഇവിടെ ഒരുപാട് ഇൻഡിഫറൻസ് കർവ് കാണിക്കുന്നുണ്ടല്ലോ. ഇതിൻ്റെ ഈ ഒരു കൂട്ടത്തിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇൻഡിഫറൻസ് മാപ്പ് എന്ന് വിളിക്കാം. അതായത് ഇവരുടെ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, ഇൻഡിഫറൻസ് മാപ്പ് എന്ന് വിളിക്കുന്നു. അത്രേ ഉള്ളൂ. നിസ്സംഗതാ മാപ്പ് എന്നാണ് ഇവരെ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 5 ഫീച്ചേഴ്സാണ് ആർക്കുള്ളത്, നമ്മുടെ ഇൻഡിഫറൻസ് കർവിനുള്ളത്. ഈ 5 ഫീച്ചേഴ്സും പഠിച്ചൊക്കെ മക്കളെ പരീക്ഷയ്ക്ക് എപ്പോഴും തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കുന്നതിന് അത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഉപകാരപ്പെടുകയും ചെയ്യാൻ പോകുന്നതിന്. അപ്പോൾ മലയാളം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. അതുപോലെ ഇംഗ്ലീഷും കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. കാരണം എവ്രിബഡി ക്യാൻ ലേൺ അല്ലേ, എല്ലാവർക്കും പഠിക്കാൻ പറ്റണം. അപ്പോൾ മക്കളെ വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.